الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما നന്മകൾക്ക് ഇരട്ടികളായി പ്രതിഫലങ്ങൾ രേഖപ്പെടുത്താനുള്ള മാർഗങ്ങളെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചുമാണ് നാം പഠിച്ചു വരുന്നത്. ആദ്യമായി നാം പറഞ്ഞത് നമ്മുടെ അഖീദ ശരിയായിരിക്കണം. അതുപോലെ സുന്നത്തിൽ അധിഷ്ഠിതമായി ഇബാദത്തുകൾ നിർവഹിക്കണം. അതുപോലെ ഇബാദത്ത് നിർവഹിക്കുമ്പോൾ ആ സമയത്ത് അവന്റെ ഹൃദയത്തിലുള്ള ഈമാനും ഇഖ്ലാസും സിദ്ഖും ഇതെല്ലാം വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് അവനിക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിലും വ്യത്യാസം കാണപ്പെടുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. എന്നിട്ട് ശൈഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, വമിൻ അസ്ബാബി മുദാഅഫത്തിൽ അമൽ, പ്രവർത്തനങ്ങൾക്ക് ഇരട്ടികളായി പ്രതിഫലങ്ങൾ നൽകപ്പെടാനുള്ള കാരണത്തിൽപ്പെട്ടതാണ് അൻ യകൂന മിനൽ അഅമാലില്ലതി നഫ്ഉഹാ ലിൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ, ആ പ്രവർത്തനത്തിന്റെ പ്രയോജനം, ആ പ്രവർത്തനത്തിന്റെ ഉപകാരം അത് മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനും വലിയ നേട്ടം സമ്മാനിക്കുന്നുവെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് അള്ളാഹുവിന്റെ പക്കൽ ധാരാളം നന്മകൾ പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തുന്ന കാര്യമാണ്. അഥവാ നാം നിർവഹിക്കുന്ന പ്രവർത്തനം അത് അതിന്റെ ഉപകാരം നമ്മിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ മറ്റുള്ള ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അതുകൊണ്ട് ഉപകാരമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ അള്ളാഹുവിന്റെ പക്കൽ നിലക്കാത്ത പ്രതിഫലങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നൽകുന്നതാണ്. ഇസ്ലാമിന് ഉപകാരമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. ദീനിനെ സഹായിക്കുക, ആ ദീൻ പ്രചരിപ്പിക്കുക, അതിലേക്ക് മറ്റുള്ളവരെ പ്രബോധനം ചെയ്യുക, ദീനിനെതിരെ വരുന്ന ആക്ഷേപങ്ങൾ അതിന് മറുപടി പറയുക, ഇതെല്ലാം ഇസ്ലാം ദീനിന് ഉപകാരമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾക്ക് ഉപകാരമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ ദീനിയായിട്ടും ദുനിയാവിയായിട്ടും അവർക്ക് ഉപദേശങ്ങൾ നസീഹത്തുകൾ കൊടുക്കുക, അതുപോലെ ഭൗതികമായ കാര്യങ്ങളിൽ അവരെ സഹായിക്കുക, അവരുടെ പ്രയാസങ്ങളിൽ അവരെ ചേർത്ത് പിടിക്കുക. ഇത്തരത്തിൽ ഒരു പ്രവർത്തനം അത് നമ്മിൽ നിന്ന് മറ്റൊരാളിലേക്ക് വിട്ടുകടക്കുന്നുവെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ പക്കൽ ധാരാളം പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. എന്നിട്ട് ശൈഖ് റഹിമഹുല്ലാ അതിന് ചില ഉദാഹരണങ്ങൾ പറയുകയാണ്. ഒന്നാമത്തേത് അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ്. ആ ജിഹാദ് അതിന് 3 രൂപങ്ങളുണ്ട്. ഒന്നാമത്തേത് അൽ ജിഹാദുൽ ബദനി, ശരീരം കൊണ്ടുള്ള ജിഹാദ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ ദീൻ ഇവിടെ ഉയർന്നു നിൽക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ആയുധം ഉപയോഗിച്ചുകൊണ്ട് സായുധ പോരാട്ടത്തിൽ ഏർപ്പെടുക, അതിനാണ് അൽ ജിഹാദുൽ ബദനി എന്ന് പറയുന്നത്. ഇത് ജിഹാദിന്റെ ഒരു ഇനമാണ്. രണ്ടാമത്തേത് അൽ ജിഹാദുൽ മാലി, സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക, ദീനിനെ സഹായിക്കാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളമായി സമ്പത്ത് ചെലവഴിക്കുക. ഇൽമു പഠിക്കുവാൻ, ഇൽമു പഠിപ്പിക്കുന്ന ആളുകൾ, അതുപോലെ ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ട പുസ്തകങ്ങൾ, സ്ഥാപനങ്ങൾ, സംവിധാനങ്ങൾ, ഇതിനെല്ലാം പണം ചെലവഴിക്കുക എന്നത് അത് സമ്പത്ത് കൊണ്ടുള്ള ജിഹാദാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇത്തരത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾ അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള പ്രതിഫലം എത്രയാണ്? അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവന്റെ ഉപമ ഏതുപോലെയാണ്? കമസലി ഹബ്ബത്തിൻ, ഒരു ധാന്യമണിയെ പോലെയാണ്. അംബതത് സബഅ സനാബിൽ, ആ ധാന്യമണി അത് കുഴിച്ചിട്ടാൽ അതിൽ നിന്ന് 7 കതിരുകൾ പുറത്തു വന്നു. അങ്ങനെ ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ആ 7 കതിരുകളിലും 100 വീതം ധാന്യമണികളുണ്ട്. ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവന്റെ ഉപമ എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അഥവാ ഒരു വിത്താണ് നാം ഇറക്കിയത്, പക്ഷെ അതിന്റെ പ്രതിഫലമായി 700 അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? വല്ലാഹു യുദാഇഫു ലിമൻ യശാ, എന്നാൽ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിലും ഇരട്ടിയായി
അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു വ്യക്തി കടന്നു വരികയാണ്. ആ വ്യക്തിയുടെ അടുക്കൽ ഒട്ടകമുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരു ഒട്ടകം. അതിനെ റസൂലിന്റെ മുമ്പിൽ അദ്ദേഹം നൽകുകയാണ്. ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ നൽകുകയാണ് എന്ന് ആ വ്യക്തി റസൂലിനോട് പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, ലക ബിഹാ യൗമൽ ഖിയാമത്തി 700 നാഖത്തിൻ. നാളെ ഖിയാമത്ത് നാളിൽ പരലോകത്ത് ഇതുപോലെയുള്ള 700 ഒട്ടകങ്ങൾ അള്ളാഹു താങ്കൾക്ക് നൽകുന്നതാണ് എന്നവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവർക്ക് 700 ഇരട്ടിയായി, അതിലധികമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം വാഗ്ദാനം ചെയ്യുകയാണ്. കാരണം ജിഹാദ് എന്ന് പറയുന്നത് അതിന്റെ നേട്ടം, അതിന്റെ ഉപകാരം അത് ആ വ്യക്തിയിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ധാരാളം നേട്ടമുണ്ടാക്കുന്ന പ്രവർത്തനമാണ് ജിഹാദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിലേക്ക് നാം നമ്മുടെ സമ്പത്തിന്റെ ഒരു ഓഹരി മാറ്റിവെക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളെ, ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം, അല്ലാഹുവിന്റെ കഠിനമായ വേദനയേറിയ ശിക്ഷയിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? എന്താണ് ആ കച്ചവടം? തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുക, നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം അത് ശരിപ്പെടുത്തുക, അതാണ് ഒന്നാമത്തെ കാര്യം. എന്നിട്ട് അല്ലാഹു പറയുന്നു, വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക. അതൊരിക്കലും നഷ്ടം വരാത്ത കച്ചവടമാണ്. നിങ്ങളെ വേദനയേറിയ ശിക്ഷയിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുത്തുന്ന കാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അൽ ജിഹാദുൽ മാലി, അൽ ജിഹാദുൽ ബദനി, ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ സൂചിപ്പിച്ചതായി കാണാം. മൂന്നാമത്തെ ജിഹാദിന്റെ മൂന്നാമത്തെ രൂപമാണ് അൽ ജിഹാദുൽ ഖൗലി, വാക്കുകൊണ്ടുള്ള ജിഹാദ് എന്ന് പറയുന്നത്. ഇസ്ലാമിനെതിരെ വരുന്ന ആക്ഷേപങ്ങൾ അതിനെ ചെറുത്തു നിൽക്കുക, അതുപോലെ ജനങ്ങൾക്ക് ശരിയായ വിജ്ഞാനം പകർന്നു കൊടുക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഇതെല്ലാം നമുക്ക് നമ്മുടെ വാക്കുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജിഹാദിന്റെ ഇനമാണ്. അതും നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലാ ഹസദ ഇല്ലാ ഫിസ്നതൈൻ, രണ്ട് കാര്യങ്ങളിലല്ലാതെ ഹസദ് പാടില്ല. എന്താണ് ഹസദ് എന്ന് പറഞ്ഞാൽ? അസൂയ എന്നാണ് നാം അർത്ഥം പറയാറുള്ളത്. പണ്ഡിതന്മാർ പറയുകയാണ്, അൽ ഹസദു നൗആൻ, അസൂയ എന്ന് പറയുന്നത് അത് രണ്ടിനമുണ്ട്. ഒന്നാമത്തേത് ഏതാണ്? ഹസദുൻ മദ്മൂമുൻ മുഹറമുൻ ശർഅ, നമ്മുടെ ദീനിൽ വിലക്കപ്പെട്ട, അല്ലാഹു ഹറാമാക്കിയ, അല്ലാഹു ആക്ഷേപിച്ച ഒരു അസൂയയുണ്ട്. ഏതാണത്? വഹുവ അൻ യതമന്നൽ മർഉ സവാല നിഅമതി അൻ അഖീഹി, തന്റെ സഹോദരൻ ഉണ്ടാകുന്ന ഒരു നിഅമത്ത് അത് നീങ്ങിപ്പോകണം, അത് നശിക്കണം എന്ന് ആഗ്രഹിക്കുക. അതിനാണ് എന്ത് പറയുക? ഹസദ് എന്ന് പറയുക. ഈ ഹസദ് അത് ആക്ഷേപിക്കപ്പെട്ടതാണ്, അത് ഹറാമാണ്. എന്നാൽ രണ്ടാമതൊരു ഇനമുണ്ട്, ഹസദുൻ മുബാഹുൻ, അനുവദിക്കപ്പെട്ട ഹസദ്. അതിനാണ് പണ്ഡിതന്മാർ എന്ത് പറയാറുള്ളത്? അൽ ഗിബ്ത, അൽ ഗിബ്തതു എന്നാണ് അതിനെ പറയാറുള്ളത്. എന്താണ് അതിന്റെ അർത്ഥം? അൻ യറൽ മർഉ നിഅമതൻ ഇൻദ ഗൈരിഹി ഫയതമന്ന മിസ്ലഹാ ലിനഫ്സിഹി ദൂന സവാലിഹാ അൻ അഖീഹി, ഞാൻ എന്റെ സഹോദരനിൽ അവനിലൊരു നന്മ കാണുകയാണ്, അവനിലൊരു നല്ല കാര്യം ഞാൻ കാണുകയാണ്, അതേപോലെയുള്ള അനുഗ്രഹം അതെനിക്കും ലഭിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതോടൊപ്പം ആ നന്മ അവരിൽ നിന്ന് നീങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ അത് അനുവദിക്കപ്പെട്ട ഹസദാണ്, അത് ദീനിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. ഒരു വ്യക്തിക്ക് അവന് ആരോഗ്യമുണ്ട്, അവന് സമ്പത്തുണ്ട്, അതല്ലെങ്കിൽ അവന് ഭൗതികമായ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ശക്തിയുണ്ട് എന്നൊക്കെ വിചാരിക്കുക. അങ്ങനെ ഭൗതികമായ കാര്യങ്ങളാണെങ്കിൽ അതൊരു വ്യക്തി ആഗ്രഹിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, അത് അവന് അനുവദിക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ ഒരു വ്യക്തി അവന് നല്ല വിജ്ഞാനമുണ്ട്, ദീനിൽ നല്ല അവഗാഹമുണ്ട്, അതുപോലെ ഒരു വ്യക്തിക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്തിട്ടുണ്ട്, ആ വ്യക്തി ആ സമ്പത്ത് നന്മയുടെ മാർഗത്തിൽ ധാരാളമായി ചെലവഴിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലൊക്കെ നമുക്കും അതുപോലെ ആഗ്രഹിക്കാം, അല്ലാഹു അവന് നൽകിയ ആ നിഅമത്തുകൾ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതെന്തല്ല, അത് വെറുക്കപ്പെട്ട ഹസദല്ല. അതിനാണ് അൽ ഗിബ്തതു എന്ന് പറയുക. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നത് ലാ ഹസദ ഇല്ലാ ഫിസ്നതൈൻ, അനുവദിക്കപ്പെട്ട ഹസദ് അത് രണ്ട് കാര്യങ്ങളിൽ മാത്രമാണ്. ഏതാണ്? റജുലുൻ ആതാഹു അല്ലാഹു മാലൻ ഫസുല്ലിത അലാ ഹലകതിഹി ഫിൽ ഹഖ്,
അള്ളാഹു ഒരു വ്യക്തിക്ക് സമ്പത്ത് കൊടുത്തിട്ടുണ്ട്, ആ വ്യക്തി അത് നന്മയുടെ മാർഗത്തിൽ ധാരാളമായി ചെലവഴിക്കുകയാണ്. അപ്പോൾ ആ വിഷയത്തിൽ നമുക്ക് അദ്ദേഹത്തോട് അതുപോലെ എനിക്കും കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാം, അവന്റെ സമ്പത്ത് നീങ്ങിപ്പോകണം എന്നാഗ്രഹിക്കാൻ പാടില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ വ്യക്തി ആരാണ്? വറജുലുൻ ആതാഹു അല്ലാഹുൽ ഹിക്മ, അള്ളാഹു വിജ്ഞാനം കൊടുത്ത വ്യക്തിയാണ്. ഫഹുവ യഖ്ദീ ബിഹാ വയുഅല്ലിമുഹാ, അവൻ ആ വിജ്ഞാനത്തിനനുസരിച്ച് ആ ഇൽമിനനുസരിച്ച് അവന് വിധിക്കുകയും അത് മറ്റുള്ളവരെ ആ ഇൽമ അവൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ആ വിഷയത്തിലും നമുക്ക് ഹസദ് അനുവദിക്കപ്പെട്ടതാണ്. ഈ ഹദീസിൽ പറയപ്പെട്ടിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് സമ്പത്ത് കൊണ്ടുള്ളതാണ്, രണ്ടാമത്തേത് ഇൽമു കൊണ്ടുള്ളതാണ്. അതാണ് അൽ ജിഹാദുൽ മാലി, അതേപോലെ അൽ ജിഹാദുൽ ഖൗലി. അതുകൊണ്ട് ഈ വിഷയത്തിൽ നാം മത്സരിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. എന്നിട്ട് ശൈഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഉപകാരം ലഭിക്കുന്ന ഒരു പ്രവർത്തനമായി അദ്ദേഹം പറയുന്നു, മുജാദലത്തുൽ മുൻഹരിഫീൻ, ഇസ്ലാമിൽ നിന്ന് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വഴിതെറ്റിയ ആളുകൾ, ബിദ്അത്തിന്റെ, ശിർക്കിന്റെ, കുഫറിന്റെ, അതല്ലെങ്കിൽ മതനിരാസത്തിന്റെ, മതനിഷേധത്തിന്റെ ആളുകൾ, അത്തരത്തിലുള്ള ആളുകളോട് സംവദിക്കുക. അത് ഇസ്ലാമിന് വലിയ നേട്ടം നൽകുന്ന കാര്യമാണ്. അവരുണ്ടാക്കുന്ന ശുബഹാത്തുകൾ, അവരുണ്ടാക്കുന്ന സംശയങ്ങൾ, അതിന് മറുപടി കൊടുക്കുക, അത് ദൂരീകരിച്ചു കൊടുക്കുക എന്നത് മുസ്ലിമീങ്ങൾക്ക് വലിയ നേട്ടമാണ് അതുകൊണ്ടുണ്ടാകുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നത് വലിയ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഫലാ തുതിഇൽ കാഫിരീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, താങ്കൾ കാഫിരീങ്ങളെ, സത്യനിഷേധികളെ താങ്കൾ അനുസരിച്ചു പോകരുത്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, ഈ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് അവരോട് താങ്കൾ സമരത്തിൽ ഏർപ്പെട്ടുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ബിദ്അത്തിന്റെ ആളുകൾ, കുഫറിന്റെ ആളുകൾ, ശിർക്കിന്റെ ആളുകൾ, അവരോടൊക്കെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും തെളിവുകൾ നിരത്തിക്കൊണ്ട് അവരോട് നമുക്ക് നല്ല രീതിയിൽ സംവദിക്കാൻ പറ്റുന്നതാണ്. അവർ ഉണ്ടാക്കുന്ന ശുബ്ഹാത്തുകൾക്ക് മറുപടി പറയാൻ പറ്റുന്നതാണ്. എന്നാൽ ഈ കാര്യം ചെയ്യേണ്ടതാരാണ്? ദീനിൽ അവഗാഹമുള്ളവരാണ്, ദീനിൽ അറിവുള്ളവരാണ്, ദീനിന്റെ അടിസ്ഥാനങ്ങൾ, ഉസൂലുകൾ പഠിച്ച ആളുകളാണ്, ദീനിന്റെ തെളിവുകൾ അറിയുന്നവരാണ്. എന്നാൽ ഇതൊന്നും അറിയാത്ത ആളുകൾ ഇത്തരം മേഖലയിലേക്ക് കാലെടുത്ത് വെക്കാൻ പാടില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പ്രവണത എന്താണ്? മതനിഷേധികൾക്ക് മറുപടി, അതല്ലെങ്കിൽ പുരോഗമന ചിന്താഗതിക്കാർക്ക് മറുപടി എന്ന നിലക്കൊക്കെ പലരും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവർക്ക് ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പോലും അറിയുകയില്ല. ദീനിന്റെ പ്രമാണമായ ഖുർആനും സുന്നത്തും അത് അറബി ഭാഷയിലാണ്. ആ അറബി പോലും വായിക്കാൻ അറിയാത്ത, ദീനിന്റെ ഉസൂലുകൾ പോലും അറിയാത്ത ആളുകളാണ് ഇന്ന് സോഷ്യൽ മീഡിയകൾക്ക് മുമ്പിൽ വന്ന് ഇത്തരത്തിൽ സംസാരിക്കുന്നത്. അത് വലിയ അപകടമാണ്. പണ്ഡിതന്മാർ അത് സൂചിപ്പിച്ചതായി കാണാം. ഈ വിഷയത്തിൽ മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം വലിയൊരു മാതൃകയാണ്. ഈ ബിദ്അത്തിന്റെ, കുഫറിന്റെ, ശിർക്കിന്റെ ആളുകൾ അവർ പടച്ചുവിടുന്ന എല്ലാ ന്യായങ്ങൾക്കും, എല്ലാ ശുബ്ഹാത്തുകൾക്കും അദ്ദേഹത്തിന്റെ കിതാബിൽ മറുപടി നൽകിയതായി കാണാം. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ബിദ്അത്തിന്റെ ആളുകൾ, അതല്ലെങ്കിൽ കുഫറിന്റെ ആളുകൾ, അവരിന്നും ഉണ്ടാക്കുന്ന ശുബ്ഹത്തുകൾ അതിന് കാലങ്ങൾക്ക് മുൻപ് തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിൽ മറുപടി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഈ ഉമ്മത്തിന് വേണ്ടി ചെയ്ത ഖിദ്മത്ത് എത്രയാണ്! അദ്ദേഹത്തിന്റെ സേവനം അത് മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനും വലിയ നേട്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇന്നും അതിന്റെ പ്രതിഫലങ്ങൾ ഇടമുറിയാതെ ഇരട്ടികളായി അല്ലാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരെ അല്ലാഹു സുബ്ഹാനഹു വതആല നിയോഗിക്കുന്നതാണ്. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, ലാ യസാലുല്ലാഹു യഗ്രിസു ഫീ ഹാദാ ദീൻ ഗർസ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദീനിൽ, അതിൽ അല്ലാഹു ഗർസ് എന്ന് പറഞ്ഞാൽ ചെടി നടുക, അല്ലെങ്കിൽ ഒരു വൃക്ഷം നടുന്നതിനാണ് യഗ്രിസു എന്ന് പറയുക. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദീനിൽ ഇങ്ങനെയുള്ള ആളുകളെ, ഇത്തരത്തിലുള്ള ദീനിനെ സംരക്ഷിക്കുന്ന പണ്ഡിതന്മാരെ അല്ലാഹു സുബ്ഹാനഹു വതആല വളർത്തിക്കൊണ്ടുവരുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതായി കാണാം. പണ്ഡിതന്മാർ അവരുടെ വിശദീകരണത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിച്ചതായി കാണാം. അറിവില്ലാതെ, ദീനിന്റെ ഉസൂലുകൾ അറിയാതെ ഇത്തരത്തിൽ മറുപടി കൊടുക്കാൻ ഇറങ്ങുന്ന ആളുകൾ, അവരിൽ ധാരാളം തെറ്റുകൾ സംഭവിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പിഴച്ച കക്ഷികൾ അതിന്റെ ആളുകളെ വിളിച്ചു വരുത്തി തങ്ങളുടെ മീഡിയകൾക്ക് മുമ്പിൽ ഇരുത്തിക്കൊണ്ട് അവരുടെ ശുബ്ഹാത്തുകൾ അത് ജനങ്ങൾക്കിടയിൽ പറയാൻ പേജുകളും അതുപോലെ സ്റ്റേജുകളുമൊക്കെ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് അത് വലിയ അപകടമാണ്. അതുകൊണ്ട് സലഫുകൾ എന്താണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്.
മഹാനായ താബിഈ ഇബ്നു താവൂസ് റഹിമഹുല്ലാ അദ്ദേഹം ഒരിക്കൽ ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സദസ്സിലേക്ക് പിഴച്ച കക്ഷികളിൽപ്പെട്ട മുഅ്തസിലി വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ വാദങ്ങൾ, അഭിപ്രായങ്ങൾ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ആ സമയത്ത് മഹാനായ ഇബ്നു താവൂസ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ 2 വിരലുകളും ചെവിയിലേക്ക് വെക്കുകയാണ്, ചെവി അമർത്തിപ്പിടിക്കുകയാണ്. എന്നിട്ട് തന്റെ മകനോട് അദ്ദേഹം പറഞ്ഞു, ഐ ബുനയ്യ അദ്ഖിൽ ഇസ്ബഅൈക ഫീ ഉദുനൈക വസ്ജുദ്, നീ നിന്റെ 2 ചെവികളും 2 വിരലുകളും ചെവിയിൽ അമർത്തിപ്പിടിക്കുക. വലാ തസ്മഅ മിൻ കലാമിഹി ശൈഅ, അവൻ പറയുന്ന ഒരു വാക്ക് പോലും നീ കേട്ടുപോകരുത് എന്ന് അദ്ദേഹം തന്റെ മകനോട് ഉപദേശിക്കുകയാണ്. മഹാനായ അയ്യൂബ് അസ്സഖ്തിയാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അടുക്കൽ ഇതുപോലെ ഒരു ബിദ്അത്തിന്റെ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അസ്അലുക അൻ കലിമ, താങ്കളോട് ഒരു വാക്കിനെ കുറിച്ച് ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ. ഈ സമയത്ത് അത് കേട്ട ഉടനെ തന്നെ അയ്യൂബ് അസ്സഖ്തിയാനി റഹിമഹുല്ലാ അദ്ദേഹത്തിൽ നിന്ന് മുഖം തിരിഞ്ഞു പോവുകയാണ്. ആ മുഖം തിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുകയാണ്, വലാ നിസ്ഫ കലിമ, ഒരു വാക്കല്ല, അതിന്റെ പകുതി പോലും പറയേണ്ടതില്ല എന്ന് അദ്ദേഹം വിരൽ ചൂണ്ടിക്കൊണ്ട് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ സലഫുകൾ അവർ പറഞ്ഞതായി കാണാം, അൽ ഖുലൂബു ദഈഫ, നമ്മുടെ ഹൃദയം അത് ദുർബലമാണ്. വശുബഹു ഖത്താഫത്തുൻ, പിഴച്ച കക്ഷികൾ അവർ പടച്ചുവിടുന്ന ഇത്തരത്തിലുള്ള സംശയങ്ങൾ, ശുബ്ഹാത്തുകൾ അത് നമ്മെ റാഞ്ചിയെടുക്കുന്നതാണ്. അഥവാ പിഴച്ച ആശയാദർശങ്ങൾ അത് നമ്മുടെ ഹൃദയങ്ങളെ അതിവേഗം സ്വാധീനിക്കും. അങ്ങനെ അവർ പടച്ചുവിടുന്ന ആ ശുബ്ഹാത്തുകൾ അത് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നമ്മെ റാഞ്ചിയെടുക്കുന്നതാണ് എന്ന് സലഫുകൾ വസിയ്യത്ത് നൽകാറുള്ളതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാ അദ്ദേഹം വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ഒരിക്കൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ 2 ആളുകൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, യാ അബാ ബക്കർ, അദ്ദേഹത്തെ വിളിക്കുകയാണ്, നുഹദ്ദിസുക്, ഞങ്ങൾ താങ്കളോട് ചില കാര്യങ്ങൾ സംസാരിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, വേണ്ടതില്ല, നിങ്ങൾ സംസാരിക്കേണ്ടതില്ല. ആ വന്ന വ്യക്തികൾ അവർ വീണ്ടും പറയുകയാണ്, ഫനഖറഉ അലൈക ആയതൻ മിൻ കിതാബില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഞാൻ താങ്കളെ ഓതിക്കേൾപ്പിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, അതും വേണ്ടതില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ലതഖൂമുന്ന അന്നി ഔ ലഅഖൂമന്നഹു, ഒന്നുകിൽ നിങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുക, അതല്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റ് പോകുന്നതാണ് എന്ന് അദ്ദേഹം മറുപടി നൽകി. ആ സന്ദർഭത്തിൽ ആ വന്ന വ്യക്തികൾ അവർ തിരിച്ചുപോയി. ഈ സന്ദർഭത്തിൽ സദസ്സിലുള്ള ചില ആളുകൾ അവർ മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുള്ള വലിയ പണ്ഡിതനാണ്, അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, യാ അബാ ബക്കർ വമാ കാന അലൈക അൻ യഖറഅ അലൈക ആയതൻ മിൻ കിതാബില്ലാഹി തആല, അല്ലാഹുവിന്റെ ഖുർആൻ കിതാബിൽ നിന്ന് ഒരു ആയത്ത് അത് താങ്കളെ ഓതി കേൾപ്പിക്കുന്നതിൽ താങ്കൾക്ക് എന്താണ് പ്രയാസം? അദ്ദേഹം പറയുകയാണ്, ഇന്നി ഖശീതു അൻ യഖറഅ അലയ്യ ആയതൻ ഫയുഹരിഫാനിഹ ഫയഖിറ ദാലിക ഫീ ഖൽബി, അവർ ഒരായത്ത് ഓതുകയും എന്നിട്ട് അവരുടെ വാദങ്ങൾക്കനുസരിച്ച് ആ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കുകയും അവരുടെ ആ ദുർവ്യാഖ്യാനം അതെന്റെ ഹൃദയത്തിൽ അത് പതിഞ്ഞു പോയാലോ അത് ഉറച്ചു പോയാലോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് മഹാനായ ഇമാം മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാ അവിടുന്ന് മറുപടി കൊടുക്കുകയാണ്. അതുകൊണ്ട് പിഴച്ച കക്ഷികൾ അവരുടെ വാദങ്ങൾക്ക് തെളിവായി ഖുർആനിലെ ആയത്താണ് അതല്ലെങ്കിൽ ഹദീസാണ് ഉദ്ധരിക്കുന്നതെങ്കിൽ പോലും നമ്മൾ അതിന് ചെവി കൊടുക്കേണ്ടതില്ല. അവർ പിഴച്ചവരാണ്, അവർ ദീനിൽ നിന്ന് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വഴിതെറ്റിയവരാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ട്. പിന്നെ എന്തിനാണ് അവരുടെ തെളിവുകൾ നമ്മൾ കേൾക്കാനിരിക്കുന്നത്? അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ അവർ പറയുന്നത് അത് ചെവി കൊടുക്കാൻ പാടില്ല. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, യാതൊരു അടിത്തറയുമില്ലാത്ത, ദീനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ, അവരുടെ വിസർജ്യങ്ങളാണ് ഇന്ന് പല ആളുകളും അത് ജനങ്ങളെ കേൾപ്പിക്കുകയാണ്. ഈമാനുള്ള തൗഹീദുള്ള ആളുകൾ അവരെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് ഇത്തരക്കാർക്ക് സ്റ്റേജുകൾ കെട്ടിക്കൊടുക്കുകയാണ്. അതൊരിക്കലും സലഫുകളുടെ മാതൃകയുള്ള കാര്യമല്ല എന്ന് പ്രത്യേകമായി നാം ഓർക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, മൻ സമിഅ ബിദ്ദജ്ജാലി ഫൽയൻഅ അൻ, ആരെങ്കിലും ദജ്ജാലിനെ കുറിച്ച് കേട്ടാൽ, ദജ്ജാൽ വന്നിട്ടുണ്ട്, ദജ്ജാലിന്റെ ആഗമനത്തെ കുറിച്ച് ആരെങ്കിലും അറിഞ്ഞാൽ ഫൽയൻഅ അൻ, അവൻ ദജ്ജാലിൽ നിന്ന് അകന്നുകൊള്ളട്ടെ, അവൻ വിദൂരത്തേക്ക് പോകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫവല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഇന്നർ റജുല ലയതീഹി വഹുവ യഹ്സബു അന്നഹു മുഅ്മിൻ, ഞാൻ മുഅ്മിനാണ്, എനിക്ക് ഈമാനുണ്ട് എന്ന ധാരണയോടുകൂടി ദജ്ജാലിനെ കാണാൻ പോകുന്ന ആളുകളുണ്ട്. അവന്റെ ധാരണ എന്താണ്? ഞാൻ ഈമാനുള്ളവനാണ്.
ഞാൻ ദജ്ജാലിന്റെ ഫിത്നകളിൽ ഞാൻ അകപ്പെടുകയില്ല, അവൻ കാണിച്ചു കൂട്ടുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ അകപ്പെടുകയില്ല എന്ന ധൈര്യത്തോടുകൂടി, എന്ന ധാരണയോടുകൂടി ആ ദജ്ജാലിനെ കാണാൻ പോകുന്ന ആളുകളുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, ഫയത്ബഉഹു മിമ്മാ യബ്അതു ബിഹി മിനശ് ശുബ്ഹാത്ത്. ആ ദജ്ജാൽ പടച്ചുവിടുന്ന ശുബ്ഹാത്തുകൾ, അവൻ പടച്ചുവിടുന്ന ഇത്തരത്തിലുള്ള സംശയങ്ങൾ, അതിൽ അകപ്പെട്ടുകൊണ്ട് ആ മുഅ്മിനായ വ്യക്തി അവൻ ദജ്ജാലിനെ പിന്തുടരുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. അല്ലെ, ദജ്ജാലിന്റെ ഇരു കണ്ണുകൾക്കുമിടയിൽ കാഫിർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടും ഈമാനുള്ള ആളുകൾ അവന്റെ ശുബ്ഹാത്തിൽ പെട്ടുപോവുകയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അവനെ കുറിച്ച് കേട്ടാൽ നിങ്ങൾ വിദൂരത്തേക്ക് പോകുക, അകന്നുകൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചത്. എന്നിട്ട് ശൈഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും വലിയ ഉപകാരവും വലിയ നേട്ടവും സമ്മാനിക്കുന്ന മറ്റൊരു പ്രവർത്തനമാണ്. അദ്ദേഹം പറയുന്നു, വമിൻ അഅ്ളമിൽ ജിഹാദ് സുലൂകു ത്വരീഖി തഅല്ലുമി വത്തഅലീം. ജിഹാദിന്റെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തരമായ ഒരു ജിഹാദുണ്ട്. അതേതാണ്? ഇൽമിന്റെ വഴിയിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. ഇൽമ് പഠിക്കുക, അത് മറ്റുള്ളവരെ പഠിപ്പിക്കുക, ഇത് രണ്ടും വലിയ ജിഹാദാണ്. ഇൽമിന്റെ സദസ്സിലേക്ക് വരിക, ആ സദസ്സിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, അവിടെ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്തു വെക്കുക, പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും മുറാജഅ ചെയ്യുക, അവിടെ ക്ഷമയോടുകൂടി ഇരിക്കുക, ഇതൊക്കെ അങ്ങേയറ്റം ജിഹാദും സബറും ആവശ്യമുള്ള മേഖലയാണ്. അതുപോലെ തന്നെ ഇൽമ് അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതും അതിനും ക്ഷമയും അതേപോലെ സ്വന്തത്തോട് അങ്ങേയറ്റം ജിഹാദ് ചെയ്യേണ്ട ഒരു മേഖലയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ ഖറജ ഫീ ത്വലബിൽ ഇൽം, ആരെങ്കിലും ഇൽമ അന്വേഷിച്ചുകൊണ്ട് പുറപ്പെട്ടാൽ ഫഹുവ ഫീ സബീലില്ലാഹി ഹത്താ യർജിഅ, അവൻ തിരിച്ചു വരുന്നത് വരെ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെയാണ് ഇൽമ അന്വേഷിച്ചുകൊണ്ട് പുറപ്പെട്ടവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ദീനിന്റെ അതിന്റെ നിലനിൽപ്പ് അത് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന് ജിഹാദാണ്, രണ്ടാമത്തേത് ഇൽമാണ്. ഇൽമും ജിഹാദും അത് രണ്ടും ഒരുമിക്കുമ്പോഴാണ് നമ്മുടെ ദീൻ അത് നിലനിൽക്കുന്നത്, അതിന്റെ വ്യാപനം ഉണ്ടാകുന്നത്. പണ്ഡിതന്മാർ പറയുകയാണ്, ജിഹാദ് അത് രണ്ടെണ്ണമുണ്ട്. ഒന്നെന്താണ്? ജിഹാദുൻ ബിൽ യദി വസ്സിനാൻ, നാം മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ആയുധങ്ങൾ കൊണ്ടുള്ള ശാരീരികമായ യുദ്ധങ്ങൾ, അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ജിഹാദുൻ ബിൽ ഹുജ്ജതി വൽ ബയാൻ, തെളിവ് കൊണ്ട് ഇൽമു കൊണ്ടുള്ള പോരാട്ടമുണ്ട്, തെളിവുകൾ നിരത്തിക്കൊണ്ട് അങ്ങനെയുള്ള ജിഹാദുണ്ട്. എന്നിട്ട് ശൈഖ് റഹിമഹുല്ലാഹ് ഇതിന് വിശദീകരണം നൽകിയ പണ്ഡിതന്മാർ അവർ പറയുകയാണ്, ആയുധം കൊണ്ടുള്ള പോരാട്ടത്തിൽ നിനക്ക് ധാരാളം പേരെ കാണാൻ കഴിയൂ, എന്നാൽ ഇൽമു കൊണ്ടുള്ള തെളിവുകൾ നിരത്തിക്കൊണ്ടുള്ള ഈ പോരാട്ടത്തിൽ അതിൽ വളരെ കുറച്ചാളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അത് പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ നിർവഹിക്കുന്ന ഈ ദൗത്യം അത് വലിയ ജിഹാദുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രതിഫലാർഹമായ ജിഹാദാണ് എന്നാണ് പണ്ഡിതന്മാർ അവിടുന്ന് രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് തന്നെ ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, മൻ അഹബ്ബ അല്ലാ യൻഖതിഅ അമലുഹു ബഅദ മൗതിഹി ഫലിയൻശുരിൽ ഇൽം, മരണത്തിന് ശേഷവും തന്റെ പ്രതിഫലം മുറിയാതെ തന്റെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അത് നിലക്കാതിരിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ഈ ഇൽമ് പ്രചരിപ്പിച്ചു കൊള്ളട്ടെ എന്ന് അദ്ദേഹം വസിയ്യത്ത് നൽകിയതായി കാണാം. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്നവർ, നമുക്ക് ഈ ദീനിനെ ഒരു വരി കൊണ്ടെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ നാം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നാം പങ്കാളികളാകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ബല്ലിഗൂ അന്നി വലൗ ആയ, നിങ്ങൾ എന്നിൽ നിന്ന് ഒരു ആയത്തെങ്കിലും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അഥവാ ഒരു ആയത്ത് നാം പഠിച്ചു, അതിന്റെ ശരിയായ വിശദീകരണവും അതിന് സലഫുകൾ നൽകിയ അർത്ഥവും നാം മനസ്സിലാക്കി അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ നമുക്കൊരു താല്പര്യമുണ്ടാകണം. ഈ ദീനിന്റെ പ്രചാരണത്തിൽ നാം പങ്കാളികളാകേണ്ടതുണ്ട്. നാം തൗഹീദും സുന്നത്തും മനസ്സിലാക്കി, ബിദ്അത്തിനെ കുറിച്ചും ശിർക്കിനെ കുറിച്ചും നാം മനസ്സിലാക്കി അത് നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ അയൽപ്പക്കങ്ങളിലേക്ക് എത്തിക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. നാം നൽകുന്ന ഒരു പുസ്തകമായിരിക്കാം, നാം നൽകുന്ന ഒരു ക്ലാസ് ആയിരിക്കാം അവർ ഹിദായത്തിലേക്ക് വരാനുള്ള ഒരു കാരണം. അതുകൊണ്ട് തൗഹീദ് വിശദീകരിക്കുന്ന മലയാളത്തിലുള്ള പുസ്തകങ്ങളുണ്ട്. അതുപോലെ തന്നെ അദ്കാറുകൾ, നമസ്കാരത്തിന്റെ രൂപങ്ങൾ, ഇതൊക്കെ പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ അത് മലയാളത്തിലും ലഭ്യമാണ്. അതൊക്കെ പ്രചരിപ്പിക്കുകയും അങ്ങനെ മരണശേഷവും നമ്മുടെ നന്മയുടെ അക്കൗണ്ടിലേക്ക് ഇടമുറിയാതെ നമുക്ക് നന്മകൾ ഇരട്ടികളായി ലഭിക്കുവാൻ ഇത്തരത്തിലുള്ള മാർഗങ്ങൾ നാം വിനിയോഗിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഫവല്ലാഹി,
അല്ലാഹുവാണ് സത്യം, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ ഖൈറുൻ ലക മിൻ അൻ യകൂന ലക ഹുമുറുൻ നഅം. നീ കാരണമായി ഒരു വ്യക്തി ഹിദായത്തിലാകുന്നതാണ് നിന്റെ പക്കൽ ചുവന്ന ഒട്ടകങ്ങൾ ഉണ്ടായിരിക്കുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത്. ചുവന്ന ഒട്ടകം എന്ന് പറയുന്നത് അറബികളുടെ പക്കൽ അത് വില കൂടിയ വസ്തുവാണ്. അവർ ആഡംബരത്തിന്റെ അടയാളമായി കണ്ടിരുന്ന കാര്യമാണ്. അത് നിന്റെ പക്കൽ ഉണ്ടാകുന്നതിനേക്കാൾ ഒരു വ്യക്തി അവൻ ഖൈറിലേക്ക്, ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വരുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഉപദേശിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിത്ലു അജ്രി ഫാഇലിഹി. ആരെങ്കിലും ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ ആ നന്മയനുസരിച്ച് ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അതിന്റെ എല്ലാം പ്രതിഫലം അത് അറിയിച്ചു കൊടുത്തവരുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ ഉണർത്തിയതായി കാണാം, നമ്മുടെ മക്കൾ, നമ്മുടെ വീട്ടിലുള്ള മക്കൾ, അവർക്ക് ഫാത്തിഹ നാം തന്നെ പഠിപ്പിച്ചു കൊടുക്കുക. വുദൂഇന്റെ രൂപം അത് നമ്മൾ തന്നെ പഠിപ്പിച്ചു കൊടുക്കുക. അത് പഠിപ്പിക്കാൻ പള്ളിയിലുള്ള ഉസ്താദിനെ ഏൽപ്പിക്കേണ്ടതില്ല. നീ പഠിപ്പിക്കുകയാണെങ്കിൽ നിന്റെ മക്കൾ നമസ്കരിക്കുന്ന കാലം അത്രയും, അവർ ഫാത്തിഹ ഓതുന്ന കാലം അത്രയും നിനക്ക് നിന്റെ അക്കൗണ്ടിലേക്ക് അല്ലാഹു നന്മകൾ രേഖപ്പെടുത്തുകയാണ്. അവർ വുദൂ എടുത്ത് നമസ്കരിക്കുന്ന കാലം അത്രയും നിനക്ക് പ്രതിഫലങ്ങളാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ചെറിയ മക്കളെ പഠിപ്പിക്കുക എന്നത് അത് നിസ്സാരമായ വിഷയമല്ല. മറിച്ച് നമ്മുടെ നിയ്യത്ത് ശരിയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ പക്കൽ നമുക്ക് ഇടമുറിയാത്ത ഇരട്ടികളായി നന്മകൾ രേഖപ്പെടുത്തുമെന്ന കാര്യം നാം ഓരോരുത്തരും പ്രത്യേകം ആലോചിക്കുകയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുഴുകുകയും ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് ശൈഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഫഇന്നൽ ഇസ്തിഗാല ബിദാലിക ലിമൻ സഹഹത് നിയ്യതുഹു ലാ യുവാസിനുഹു അമലുൻ മിനൽ അഅമാൽ. അദ്ദേഹം പറയുകയാണ്, ഇൽമു പഠിക്കുക, ഇൽമു അന്വേഷിക്കുക, ഇൽമു മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അതിൽ ഒരു വ്യക്തിയുടെ നിയ്യത്ത് ശരിയാണെങ്കിൽ ആ പ്രവർത്തനത്തോളം അതിനോട് കിടപിടിക്കുന്ന മറ്റൊന്നുമില്ല എന്ന് ശൈഖ് റഹിമഹുല്ലാ രേഖപ്പെടുത്തുകയാണ്. ഇൽമു പഠിക്കുക എന്നുള്ളത് അതൊരു ഇബാദത്താണ്. നാം എല്ലാവരും ഇപ്പോൾ ഒരു ഇബാദത്തിലാണ്. നമ്മൾ മഗ്രിബ് മുതൽ 1 മണിക്കൂർ ഇബാദത്തിലാണ്. നമസ്കാരം ഒരു ഇബാദത്താണ്. റമളാനിലെ പകലിലെ നോമ്പ് ഇബാദത്താണ്. അതുപോലെ ഇബാദത്താണ് ഇൽമു പഠിക്കുക എന്നുള്ളത്. ചില ആളുകളൊക്കെ ധരിച്ചിരിക്കുന്നത്, അവർക്ക് ഈ ധാരണയില്ല, ഇൽമു പഠിക്കുക എന്നത് എന്തോ ഒരു ഭാരമായി കാണുന്നവരുണ്ട്. അല്ല, നീ ഇൽമു പഠിക്കുവാൻ വേണ്ടി ഇരിക്കുന്ന ഓരോ സെക്കൻഡുകളും അത് അല്ലാഹുവിനുള്ള ഇബാദത്താണ്. നീ ഒരു ആയത്ത് പഠിക്കുമ്പോൾ, ഒരു ആയത്ത് മനഃപ്പാഠമാക്കുമ്പോൾ, അതിന്റെ അർത്ഥം പഠിക്കുമ്പോൾ, ഒരു ക്ലാസ് നീ കേൾക്കുമ്പോൾ നീ ഇബാദത്തിലാണ് എന്ന ബോധ്യം നിന്റെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇബാദത്തായതുകൊണ്ട് തന്നെ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം നീ ഇൽമ് അന്വേഷിക്കേണ്ടത്. ആളുകളുടെ മുമ്പിൽ ഞാനൊരു വലിയ ഇൽമിന്റെ ആളാണ്, ഞാൻ ഇൽമുള്ളവനാണ് എന്ന് പറയപ്പെടാനല്ല, അള്ളാഹുവിന്റെ മുൻപിൽ അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കണം. അള്ളാഹു എന്റെ മേൽ നിർബന്ധമാക്കിയ ബാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കണം. എന്റെ അജ്ഞത, ജഹിൽ അത് നീക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം നീ ഇൽമു പഠിക്കേണ്ടത്. അതിനോളം അതിന് കിടപിടിക്കുന്ന മറ്റൊരു പ്രവർത്തനവുമില്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം സുന്ന, അദ്ദേഹം പറയുകയാണ്, അൽ ഇൽമു ലാ യഅദിലുഹു ശൈഉൻ ലിമൻ സഹഹത് നിയ്യതുഹു. ഒരാളുടെ നിയ്യത്ത് ശരിയാണെങ്കിൽ അവൻ ഇൽമു പഠിക്കുന്നതിനേക്കാൾ അതിനോട് കിടപിടിക്കുന്ന മറ്റൊന്നുമില്ല. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, കൈഫ തസ്ലുഹു നിയ്യതു യാ അബാ അബ്ദില്ലാ, എങ്ങനെയാണ് നിയ്യത്ത് ശരിയാക്കേണ്ടത്? നിയ്യത്ത് ശരിയാക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? അദ്ദേഹം പറഞ്ഞു, യൻവി റഫ്അൽ ജഹ്ലി അൻ നഫ്സിഹി വഅൻ ഗൈരിഹി. ആദ്യമായി നാം ഇൽമു പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത് എന്റെ ജഹിൽ, എന്റെ അജ്ഞത അത് നീക്കം ചെയ്യണം എന്നതായിരിക്കണം ഒന്നാമത്തെ ഉദ്ദേശം. രണ്ടാമത്തേത്, ഞാൻ പഠിച്ച കാര്യം അതെന്റെ ചുറ്റിലുമുള്ള ആളുകൾ അവരുടെ അജ്ഞതയെ അത് ഉയർത്തുന്നതിന് വേണ്ടി ആ ഒരു നിയ്യത്തോടു കൂടിയായിരിക്കണം നാം ഇൽമു പഠിക്കേണ്ടത് എന്ന് അദ്ദേഹം അവിടുന്ന് ഉപദേശിച്ചതായി കാണാം. അതുകൊണ്ട് തന്നെ ധാരാളമായി ഐച്ഛികമായ നോമ്പുകൾ, ഐച്ഛികമായ നമസ്കാരങ്ങൾ ഇതെല്ലാം നിർവഹിക്കുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് ഇൽമു പഠിക്കുന്നതാണ് എന്ന് പ്രത്യേകം പണ്ഡിതന്മാർ ഉണർത്തുകയാണ്. മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ലൈസ ബഅദ അദാഇൽ ഫറായിദി ശൈഉൻ അഫ്ളു മിൻ തലബിൽ ഇൽം. ഇൽമു പഠിക്കുന്നതിനേക്കാൾ, നിർബന്ധ നമസ്കാരങ്ങൾ, നിർബന്ധ കാര്യങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം ഇൽമു പഠിക്കുന്നതിനേക്കാൾ മറ്റൊരു കാര്യവുമില്ല, അതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, വലൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദും എങ്ങനെയാണോ? അദ്ദേഹം പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് പോലും അതിനേക്കാൾ ശ്രേഷ്ഠമല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. കാരണം ഇൽമു പഠിക്കുക എന്നുള്ളത് അതിന്റെ ഉപകാരം, അതിന്റെ നേട്ടം
അതൊരു വ്യക്തിയിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് അതുകൊണ്ടുള്ള ഉപകാരം മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനും ലഭിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നാം പറഞ്ഞതുപോലെ ഒരു പ്രവർത്തനത്തിന്റെ ഉപകാരം അത് ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതിനേക്കാൾ പ്രതിഫലം ലഭിക്കുന്നതാണ്. അത് ആ പ്രവർത്തനം കൊണ്ട് മറ്റുള്ളവർക്കും പ്രതിഫലം ലഭിക്കുക എന്നുള്ളത്. സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ അതിന്റെ പ്രതിഫലം ആർക്കാണ്? അത് അനുഷ്ഠിച്ച വ്യക്തിക്കാണ്. സുന്നത്തായ നമസ്കാരങ്ങൾ നിർവഹിച്ചാൽ അതിന്റെ പ്രതിഫലം ആർക്കാണ്? ആ നിർവഹിച്ച വ്യക്തിക്കാണ്. എന്നാൽ ഇൽമു പഠിക്കുക, ഇൽമിനു വേണ്ടി സമയം ചെലവഴിക്കുക, ഇൽമു പഠിക്കുകയും ഇസ്ലാമിനെതിരെ വരുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി കൊടുക്കുകയും ചെയ്യുക എന്നത് അതൊക്കെ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഉപകാരമുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിന് ഇരട്ടികളായി നന്മകൾ ലഭിക്കുമെന്ന കാര്യം നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ശരിയായ അൽ ഇൽമുൻ നാഫിഅ, അതിലൂടെയാണ് തൗഹീദും ശിർക്കും വേർതിരിയുന്നത്. സുന്നത്തും ബിദ്അത്തും ഹഖും ബാത്തിലും വേർതിരിക്കപ്പെടുന്നത് ഇൽമിലൂടെയാണ്. അതുകൊണ്ടാണ് അല്ലാഹു ആദ്യമായിട്ട് പറഞ്ഞത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണം. അതുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇൽമു പഠിക്കുക തന്നെ വേണം. എന്നിട്ടാണ് അള്ളാഹു പറഞ്ഞത് വസ്തഗ്ഫിർ ലിദംബിക്. ആദ്യം അള്ളാഹു ഇൽമു അന്വേഷിക്കണം എന്ന് പറഞ്ഞു, അതിനുശേഷമാണ് ഇസ്തിഗ്ഫാറിന് വേണ്ടി അള്ളാഹു കൽപ്പിക്കുന്നത്. അതുകൊണ്ട് അമല് ചെയ്യുന്നതിനേക്കാൾ മുൻപ് നിനക്കുണ്ടാകേണ്ടത് ഇൽമാണ് എന്ന് ഈ ആയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ദിവസവും സുബ്ഹ് നമസ്കാരത്തിന് ശേഷം അവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്കൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. അല്ലാഹുവേ, ഉപകാരപ്രദമായ അറിവ്, അതുപോലെ ഏറ്റവും നല്ല ഉപജീവനം, അതുപോലെ അല്ലാഹുവിന്റെ പക്കൽ സ്വീകരിക്കപ്പെടുന്ന കർമ്മം, ഇത് മൂന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അവർ പറയുകയാണ്, ഈ പ്രാർത്ഥന തുടങ്ങിയത് എങ്ങനെയാണ്? ഇൽമു കൊണ്ടാണ്. എന്നിട്ടാണ് അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇൽമുണ്ടെങ്കിൽ മാത്രമേ അവന്റെ ഉപജീവനത്തിൽ ഏതാണ് നല്ലത്, ഏതാണ് ഹലാലായത്, ഏതാണ് ഹറാമായത് എന്നവന് മനസ്സിലാക്കണമെങ്കിൽ അവൻ എന്ത് വേണം? ഇൽമുണ്ടാകണം. അതുപോലെ അവന്റെ കർമ്മങ്ങളിൽ ഏതാണ് അള്ളാഹു സ്വീകരിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ അവന് ഇൽമുണ്ടാകണം. അതുകൊണ്ടാണ് അള്ളാഹു ഇൽമു കൊണ്ടാണ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥന ആരംഭിച്ചിട്ടുള്ളത്. ഈ പ്രാർത്ഥനയിൽ പറയപ്പെട്ട 3 കാര്യങ്ങൾ: ഒന്ന്, ഉപകാരപ്രദമായ അറിവ്; രണ്ടാമത്, നല്ല ഉപജീവനം; മൂന്നാമത്തേത്, സ്വീകരിക്കപ്പെടുന്ന കർമ്മം. ഇതാണ് ഒരു മുസ്ലിമിന്റെ ഒരു ദിവസത്തെ അവന്റെ ലക്ഷ്യം. ഇതാണ്. ഇതിനപ്പുറമായി അവന് മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല. ഇൽമു പഠിക്കുക, നല്ല ഹലാലായ റിസ്ക് നേടുക, അതുപോലെ അവന്റെ കർമ്മങ്ങൾ അത് സ്വീകരിക്കപ്പെടുന്നതാവുക. അതുകൊണ്ട് ഈ പ്രാർത്ഥന അത് നാം അർത്ഥമറിഞ്ഞ് ചൊല്ലുകയും അതിന്റെ ആശയം നന്നായി ഗ്രഹിക്കുകയും ചെയ്യുക. ഇനി ശൈഖ് അദ്ദേഹം മൂന്നാമതായി പറയുകയാണ്, മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനും ഉപകാരമുണ്ടാക്കുന്ന മൂന്നാമത്തെ കാര്യമാണ് അൽ മശാരീഉൽ ഖൈരിയ്യ അല്ലതി ഫീഹാ ഇആനത്തുൻ ലിൽ മുസ്ലിമീൻ അലാ ഉമൂരി ദീനിഹിം വദുനിയാഹും. മുസ്ലിമീങ്ങൾക്ക് അവരുടെ ദീനിയായിട്ടും അതുപോലെ ഭൗതികപരമായ അവരുടെ കാര്യങ്ങളിലും അവരെ സഹായിക്കുന്ന ജീവകാരുണ്യ പദ്ധതികൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഇതും അങ്ങേയറ്റം നന്മകൾ ഇരട്ടികളായി അള്ളാഹുവിന്റെ പക്കൽ രേഖപ്പെടുത്തുന്ന കാര്യമാണ്. സൂറത്തു യാസീനിൽ അള്ളാഹു പറയുകയാണ്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, തീർച്ചയായും മരിച്ചവരെ ജീവിപ്പിക്കുന്നത് അത് നാമാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും, അവർ ഈ ദുനിയാവിൽ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ അത് അള്ളാഹു രേഖപ്പെടുത്തും. അതുപോലെ തന്നെ വആസാറഹും, അവർ ഇവിടെ വിട്ടേച്ചു പോയ പ്രവർത്തനങ്ങളുടെ അനന്തരഫലം അതും അള്ളാഹു രേഖപ്പെടുത്തും. അത് നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നീ നന്മയുടെ താക്കോലാകണം, തിന്മകളുടെ പൂട്ടുകളാവുക. നീ തിന്മക്ക് അവസരം കൊടുക്കുന്ന അതിന്റെ താക്കോലുകളാകാൻ പാടില്ല. നീയാണ് തിന്മക്ക് തുടക്കമിട്ടതെങ്കിൽ നിന്റെ കാലശേഷം ആ തിന്മ ചെയ്യുന്ന ആളുകൾ അതിന്റെയൊക്കെ ശിക്ഷ നിന്റെ തിന്മയുടെ അക്കൗണ്ടിലേക്ക് അള്ളാഹു രേഖപ്പെടുത്തുന്നതാണ്. മ്യൂസിക്കുകളും ഹറാമുകളും സംഗീതങ്ങളും ഒക്കെ ആയിക്കൊണ്ട് അതിനുള്ള സൗകര്യം നീ വീട്ടിൽ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നീ മരണപ്പെട്ടാലും നിന്റെ തിന്മയുടെ അക്കൗണ്ടിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നീ നന്മയുടെ മാർഗത്തിലാണ് നീ ചെലവഴിച്ചതെങ്കിൽ നീ ഒരു പള്ളി നിർമ്മിച്ചു എന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ യതീമായ മക്കൾക്ക്, അഗതികൾക്ക് വേണ്ടി ഒരു ചാരിറ്റി സംവിധാനങ്ങൾ നീ ഒരുക്കി എന്ന് വിചാരിക്കുക. അത് നിലനിൽക്കുന്ന കാലത്തോളം ആ പ്രവർത്തനത്തിന്റെ പ്രതിഫലം നിന്റെ നന്മയുടെ അക്കൗണ്ടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് അതിനുള്ള തെളിവായി ശൈഖ് റഹിമഹുല്ലാഹ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഹദീസാണ്, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്.
ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവന് പ്രവർത്തിക്കാനുള്ള അവസരമില്ല, അവന്റെ അമലുകളൊക്കെ നിൽക്കുകയാണ്, അത് മുറിഞ്ഞുപോയി. എന്നാൽ 3 കാര്യങ്ങൾ അതിന്റെ പ്രതിഫലം അള്ളാഹു അവന്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ്. ഒന്നാമത്തേത് എന്താണ്? മിൻ സദഖത്തിൻ ജാരിയ, ജാരിയായ സദഖ അഥവാ നിലയ്ക്കാത്ത ദാനധർമ്മം. അവൻ ചെയ്ത സദഖത്തുൻ ജാരിയ, അതിന്റെ പ്രതിഫലം അവന്റെ ഖബറിലേക്ക് എത്തുന്നതാണ്. ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവ്, അവനൊരു അറിവ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അവനൊരു നന്മ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ച് അമൽ ചെയ്യുന്ന കാലത്തോളം അവന്റെ അക്കൗണ്ടിലേക്ക് അത് വന്നെത്തുന്നതാണ്. ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ ഒരു സന്താനം. വെറും സന്താനം എന്നല്ല പറഞ്ഞത്, സാലിഹായ സന്താനം എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അതുകൊണ്ട് സന്താനങ്ങളെ സാലിഹീങ്ങളാക്കണമെങ്കിൽ അതിനുള്ള മാർഗം നാം അന്വേഷിക്കുകയും ചെറുപ്പത്തിലെ അവരെ നന്മയുടെ വഴിയിൽ വളർത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്ന സൂചനയും ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞതായി കാണാം, സബ്ഉൻ യജ്രി ലിൽ അബ്ദി അജ്റുഹുന്ന വഹുവ ഫീ ഖബ്രിഹി ബഅദ മൗതി. ഒരു വ്യക്തി അവൻ മരണപ്പെട്ട് അവൻ ഖബറിലായിരിക്കുമ്പോഴും അവന്റെ ഖബറിലേക്ക് പ്രതിഫലങ്ങൾ വന്നെത്തുന്ന 7 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് എന്താണ്? മൻ അല്ലമ ഇൽമ, ആരെങ്കിലും ദീനിന്റെ വിജ്ഞാനങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകിയാൽ, അത് പഠിപ്പിച്ചു കൊടുത്താൽ അതിന്റെ പ്രതിഫലം അതനുസരിച്ച് അമൽ ചെയ്യുമ്പോൾ ആ കാലമത്രയും നിന്റെ ഖബറിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായി റസൂല് പറഞ്ഞു, ഔ ഖറാ നഹ്റൻ, ഒരാൾ ഒരു നദി വെട്ടിയൊഴുക്കി, ഒരു പുഴ ഒഴുക്കി നൽകി, വെള്ളമെത്തിക്കാത്ത സ്ഥലങ്ങളിലേക്ക് വെള്ളമെത്തിച്ചു. മൂന്നാമത്തെ പ്രവർത്തനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഔ ഹഫറ ബിഅറൻ, ആരെങ്കിലും ഒരു കിണർ കുഴിച്ചു കൊടുക്കുക. വെള്ളമുണ്ടാകും, പക്ഷേ കിണർ കുഴിക്കാൻ പ്രയാസപ്പെടുന്ന സാമ്പത്തികമായി ശേഷിയില്ലാത്ത ആളുകളുണ്ടാവും. അത്തരക്കാർക്ക് കിണർ കുഴിച്ചു കൊടുക്കുക എന്നുള്ളത് അത് വലിയ നന്മ ലഭിക്കുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. നാലാമതായി പറഞ്ഞു, ഔ ഗറസ നഖ്ലൻ, ഒരാൾ ഈന്തപ്പന നട്ടുപിടിപ്പിക്കുക. ഈ ഹദീസിൽ ഈന്തപ്പനയാണ് വന്നിട്ടുള്ളത്. മറ്റ് ഹദീസുകളിൽ നമുക്ക് കാണാം ഏത് മരമാകട്ടെ ഒരു വ്യക്തി മരം നട്ടുപിടിപ്പിക്കുകയാണ്. ആ മരത്തിൽ നിന്ന് അതിന്റെ ഫലങ്ങൾ, അതിന്റെ കായ്ക്കനികൾ പക്ഷികളും മനുഷ്യരും ഒക്കെ അത് ഉപയോഗിക്കുന്നുവെങ്കിൽ അതിന്റെ പ്രതിഫലം അത് നട്ടുപിടിപ്പിച്ച വ്യക്തിക്ക് ലഭിക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അഞ്ചാമതായി പറഞ്ഞു, ഔ ബന മസ്ജിദ, അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി പണിയുക. ആ പള്ളിയിൽ നടക്കുന്ന ഓരോ ഇബാദത്തിനും ആ പ്രവർത്തനത്തിൽ പങ്കാളികളായ അവർക്കതിന്റെ ഓഹരി ലഭിക്കുന്നതാണ്. അവിടെ നടക്കുന്ന ക്ലാസുകൾ, അവിടെ നടക്കുന്ന നമസ്കാരങ്ങൾ, അവിടെ നടക്കുന്ന ഖുർആൻ പാരായണങ്ങൾ, ഇതിനൊക്കെ ആ പള്ളിയുടെ നിർമ്മാണത്തിൽ സഹായിച്ച ആളുകൾക്ക് അതിന് പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആറാമതായി റസൂലുള്ളാഹി പറഞ്ഞു, ഔ വറസ മുസ്ഹഫൻ, ഒരു മുസ്ഹഫ് അനന്തരമായി നൽകുക. നാം ഓതിയ മുസ്ഹഫ് അത് നമ്മുടെ മക്കൾക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മക്കൾ അത് ഓതുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം ആർക്കുണ്ട്? ആ വ്യക്തിക്കുണ്ട്. അതല്ലെങ്കിൽ ഒരു വ്യക്തി ഹിഫ്ദ് പഠിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക്, പള്ളികളിലേക്കൊക്കെ മുസ്ഹഫുകൾ ഹദിയയായി കൊടുക്കുക. അങ്ങനെ ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ അതും വലിയ പ്രതിഫലം അള്ളാഹുവിന്റെ പക്കൽ രേഖപ്പെടുത്തുന്ന കാര്യമാണ്. ഏഴാമതായി റസൂലുള്ളാഹി പറഞ്ഞു, വവലദിൻ സാലിഹിൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ ഒരു സന്താനം. നമ്മുടെ സന്താനം എന്ന് പറയുന്നത് അത് നമ്മുടെ കാര്യത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ആ സന്താനം ചെയ്യുന്ന ഓരോ നന്മയുടെ പ്രതിഫലവും ആ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനും പ്രയോജനകരമാകുന്ന പ്രവർത്തനങ്ങൾ അത് ചെയ്യുന്നതിലൂടെ നമ്മുടെ നന്മകൾ ഇരട്ടികളായി പ്രതിഫലം ലഭിക്കും എന്ന കാര്യം നാം ഓർമ്മിക്കുക. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തേത് ജിഹാദാണ്. രണ്ടാമത്തേത് ഇൽമു പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുക. മൂന്നാമതായി ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന പ്രവർത്തനങ്ങൾ അതിൽ മുഴുകുക എന്നുള്ളതാണ്. ഇനി ഇവിടെ പ്രത്യേകമായി ഉണർത്താനുള്ള കാര്യം, ഇൽമിനെ കുറിച്ച് നാം പറയുകയുണ്ടായി. ഇൽമു പഠിക്കണം, ഇൽമിന്റെ ആളാകണം എന്ന് നാം പറഞ്ഞു. എന്താണ് ഇൽം എന്ന് പറഞ്ഞാൽ? കേവലം ചില സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് നേടുന്നതല്ല ഇൽം എന്ന് പറയുന്നത്. മറിച്ച് ഖുർആനിലും ഹദീസിലും ഇൽമ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇൽമുൽ കിതാബി വസുന്ന, ഖുർആനിന്റെയും സുന്നത്തിന്റെയും വിജ്ഞാനം, അതാണ് ഉദ്ദേശിക്കുന്നത്. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, വൽ ഇൽമു മഅരിഫത്തുൽ ഹുദാ ബിദലീലിഹി മാ ദാക വത്തഖ്ലീദു യസ്തബിയാനി. എന്താണ് ഇൽം എന്ന് പറഞ്ഞാൽ? നീ ഹുദ, സന്മാർഗം, അത് തെളിവുകളോടുകൂടി അത് പഠിക്കുക, അതിനാണ് ഇൽം എന്ന് പറയുന്നത്. ആ ഇൽമും അതും തഖ്ലീദും ഒരുപോലെയല്ല. തഖ്ലീദ് എന്ന് പറഞ്ഞാൽ തെളിവ് പഠിക്കുന്നില്ല, മറിച്ച് എന്താണോ കേട്ടത് തെളിവ് നോക്കാതെ അന്ധമായി അനുകരിക്കുന്നതിനാൽ തഖ്ലീദ് എന്ന് പറയുക. അതും ഇൽമും ഒരുപോലെയല്ല. ഇൽം എന്ന് പറഞ്ഞാൽ തെളിവുകളോടുകൂടി നീ സന്മാർഗത്തെ, ഹുദയെ മനസ്സിലാക്കലാണ്. എന്താണ് തെളിവ്? നമ്മുടെ തെളിവ് എന്താണ്? ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, അൽ ഇൽമു ഖാല അല്ലാഹു ഖാല റസൂലുഹു
ഖാല الصحابة هم علو العرفان. നമ്മുടെ ഇൽമ് എന്ന് പറയുന്നത് അല്ലാഹു പറഞ്ഞിരിക്കുന്നു, റസൂൽ പറഞ്ഞിരിക്കുന്നു, സഹാബത്ത് പറഞ്ഞിരിക്കുന്നു. ഇതാണ് നമ്മുടെ തെളിവ്. ഖുർആനും ഹദീസും അതുപോലെ സഹാബത്ത് അവരുടെ ഇജ്മാഉം, അവരാണ് ഖുർആൻ അവതരണത്തിന് സാക്ഷിയായവർ, റസൂലിൽ നിന്ന് നേരിട്ട് ദീൻ മനസ്സിലാക്കിയവർ, അവരുടെ ഫഹ്മു, അതാണ് നമ്മുടെ തെളിവ്. അതാണ് ഇൽമിന്റെ ദലീലായിക്കൊണ്ട് നാം പഠിക്കേണ്ട കാര്യം. അദ്ദേഹം മറ്റൊരു വരിയിൽ പറഞ്ഞതായി കാണാം, വൽ ജഹ്ലു ദാഉൻ ഖാതിലുൻ വശിഫാഉഹു അംറാനി ഫി തർകീബി മുത്തഫിഖാനി. അജ്ഞത, ജഹ്ൽ എന്ന് പറയുന്നത് അത് നിന്നെ മുച്ചൂടും നശിപ്പിക്കുന്ന രോഗമാണ്. അതിനുള്ള മരുന്ന്, അതിനുള്ള ശമനം എന്താണ്? രണ്ട് കാര്യങ്ങളാണ്. നസ്സും മിനൽ ഖുർആനി ഔ മിൻ സുന്നത്തിൻ, റസൂലിന്റെ സുന്നത്തും അതുപോലെ ഖുർആനും, അതാണ് അതിനുള്ള മരുന്ന് എന്ന് പറയുന്നത്. രോഗം ഇത് ജഹലാണ്, അതിനുള്ള മരുന്ന് ഖുർആനും സുന്നത്തുമാണ്. ആ രോഗം ചികിത്സിക്കേണ്ട വ്യക്തി ആരാണ്? വതബീബു ദാകൽ ആലിമുർ റബ്ബാനി, ആലിമാണ്, ഒരു പണ്ഡിതനാണ് നിനക്ക് ആ ഇൽമ് വിശദീകരിച്ചു തരേണ്ടത്. അത് അദ്ദേഹമാണ് ഇൽമിന്റെ ഡോക്ടർ എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് ഇൽമ് അത് പഠിക്കുക തന്നെ വേണം, അതിനുവേണ്ടി അധ്വാനിക്കുക തന്നെ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നമൽ ഇൽമു ബിത്തഅല്ലും. ഇൽമ് അത് പഠിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിലൂടെ മാത്രമേ, ഇന്നമ എന്ന് പറഞ്ഞാൽ അതിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇമാം ശാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, തഅല്ലം ഫലൈസൽ മർഉ യൂലദു ആലിമ. നീ ഇൽമു പഠിക്കുക. ഒരാളും പണ്ഡിതനായി ജനിക്കുന്നില്ല, അതുകൊണ്ട് നീ ഇൽമു പഠിക്കുക. വലൈസ അഖു ഇൽമിൻ കമൻ ഹുവ ജാഹിലു. ഇൽമുള്ളവനും ഇൽമില്ലാത്ത ജാഹിലും ഒരുപോലെയല്ല എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. ഇമാം ശാഫിഈ മറ്റൊരിക്കൽ പറയുകയാണ്, ഇൽമു പഠിക്കുന്നതിന് വേണ്ടി കഠിനമായ പരിശ്രമവും അധ്വാനവും വേണം. അദ്ദേഹം പറയുന്നു, ബിഖദ്രിൽ കദ്ദി തുക്സബുൽ മആലി വമൻ തലബൽ ഉലാ സഹറൽ ലയാലി. ആരാണോ ഉന്നതമായ പദവികൾ കരസ്ഥമാക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, എനിക്ക് ഇൽമു വേണം, എനിക്ക് വലിയ പണ്ഡിതനാകണം, ദീനിൽ വലിയ അവഗാഹം നേടണം എന്നൊക്കെ നീ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിന്റെ പരിശ്രമത്തിനനുസരിച്ച് നിനക്കത് നൽകപ്പെടുന്നതാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ഉന്നതികൾ ആഗ്രഹിക്കുന്നവർ അവർ രാത്രി ഉറക്കമൊഴിക്കും, അതിനുവേണ്ടി അവർ അധ്വാനിക്കും എന്ന് അദ്ദേഹം പറയുന്നു. വമൻ തലബൽ ഉലാ ബിഗൈരി കദ്ദിൻ. ഒരാൾ അധ്വാനിക്കുന്നില്ല, അവൻ അധ്വാനിക്കാതെ അവൻ വലിയ ഉന്നതിയിൽ എത്തണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അബാഅൽ ഉംറ ഫീ തലബിൽ മുഹാലി. അവൻ അന്വേഷിക്കുന്നത് അസാധ്യമായ ഒരു കാര്യത്തെയാണ് അവൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവന്റെ ജീവിതം അവൻ അങ്ങനെ പാഴാക്കുകയാണ്. അതുകൊണ്ട് ഇൽമു പഠിക്കണം, ഇൽമുള്ള ആളാകണം എന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹമുള്ളത് കൊണ്ട് കാര്യമായില്ല. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ലൗ കാന ഹാദൽ ഇൽമു യഹ്സുലു ബിൽ മുന മാ കാന യബ്ഖാ ഫിൽ ബരിയതി ജാഹിലു. ഈ ഇൽമ് അത് ഒരാൾക്ക് അയാളുടെ ആഗ്രഹം കൊണ്ട് ലഭിക്കുമായിരുന്നെങ്കിൽ ഈ ഭൂലോകത്ത് ഒരു ജാഹിലും ഉണ്ടാവുകയില്ല. എല്ലാവരും ഇൽമുള്ളവരായിരിക്കും. കാരണം എല്ലാവർക്കും ആഗ്രഹമുണ്ട്, ഇൽമു പഠിക്കണം, ഇൽമു നേടണം, ഇൽമിന്റെ സദസ്സിലേക്ക് വരണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷെ അതിന്റെ അധ്വാനവും പരിശ്രമവും ഇല്ലെങ്കിൽ എങ്ങനെയാണ് അവന് ഇൽമു ലഭിക്കുക? അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇജ്ഹദ്, നീ അധ്വാനിക്കുക, വലാ തക്സൽ, നീ മടി കാണിക്കരുത്, വലാ തകു ഗാഫിലൻ, നീ അശ്രദ്ധനായി കഴിയരുത്. ഇൽമിൽ നിന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അശ്രദ്ധ കാണിക്കരുത്. നീ ഇൽമിന്റെ സദസ്സുകളിലേക്ക് വരേണ്ടതുണ്ട്. ഇൽമിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ അവിടേക്ക് വരാൻ മടി കാണിക്കുന്നവർ, അതല്ലെങ്കിൽ ആദ്യമൊക്കെ വന്നിരുന്നവർ, അവരെ കാണാതിരിക്കുമ്പോൾ നാം അന്വേഷിക്കണം. അവരെക്കുറിച്ച് നാം അന്വേഷിക്കുകയും അവരെ കൈപിടിച്ച് കൊണ്ടുവരികയും ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഇൽമിന്റെ സദസ്സിൽ ആരെങ്കിലുമൊക്കെ ഇല്ലാതായാൽ അവരെ കുറിച്ച് അന്വേഷിക്കുമായിരുന്നു. അതുകൊണ്ട് ഇൽമിന്റെ സദസ്സുകൾ അതിന്ന് പൊതുവെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആഴ്ച കഴിയും തോറും ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് അവസ്ഥ. അത്തരത്തിൽ ഇൽമിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അവരെ അന്വേഷിക്കുകയും അത്തരത്തിലുള്ള ആളുകളെ ഇൽമിന്റെ സദസ്സുകളിലേക്ക് പിടിച്ചു കൊണ്ടുവരികയും ചെയ്യേണ്ടതുണ്ട് എന്ന് നാം ഓർക്കുക. മഹാനായ യഹ്യ ഇബ്നു അബീ കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ലാ യുനാലുൽ ഇൽമു ബിറാഹത്തിൽ ജിസ്ം. ശരീരത്തിന് വിശ്രമം നൽകിക്കൊണ്ട് ഇൽമു കരസ്ഥമാക്കാം എന്നാണ് നീ ധരിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെ ഇൽമു ലഭിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സലഫുകൾ പറഞ്ഞതായി കാണാം, വമൻ ആസറർ റാഹ ഫാതതുഹു റാഹ. ഒരാൾ വിശ്രമമാണ് തിരഞ്ഞെടുക്കുന്നത്, അവന് സുഖലോലുപതയാണ് അവൻ തിരഞ്ഞെടുക്കുന്നത്. ഇൽമു പഠിക്കുവാൻ അവന് ക്ഷമയില്ല, അത് നേടുവാൻ അവന് പരിശ്രമമില്ല, ദീനിനു വേണ്ടി ഒരു പ്രയാസവും അവൻ സഹിക്കുന്നില്ല. ഇങ്ങനെ സുഖലോലുപതയിലായിക്കൊണ്ട് അതാണ് അവൻ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഫാതതുഹു റാഹ, നാളെ സ്വർഗത്തിലുള്ള യഥാർത്ഥ വിശ്രമം അതവന് നഷ്ടപ്പെടുന്നതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അൽ ഇൽമു സൈനുൻ വഖൈറുൻ നാസി യത്ലുബുഹു വൽ ജാഹിലൂന ലി അഹ്ലി അൽ ഇൽമി അഅദാഉ.
വിജ്ഞാനം എന്ന് പറയുന്നത്, ദീനിന്റെ ഇൽമ് എന്ന് പറയുന്നത് അതൊരു അലങ്കാരമാണ്. അത് നിനക്കുള്ള തിളക്കമാണ്. ഇൽമുള്ളവൻ അവൻ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്നവനാണ്. അതുകൊണ്ട് നല്ല ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരാണ് ആ ഇൽമ് അന്വേഷിക്കുന്നത്. എന്നിട്ട് പറയുന്നു, ഇൽമില്ലാത്ത ആളുകൾ അവരെപ്പോഴും അറിവുള്ളവരോട് അവർക്കൊരു ശത്രുതയായിരിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫഇശ് ബിഇൽമിൻ വലാ തബ്ഗി ബിഹി ബദല. അതുകൊണ്ട് നീ എപ്പോഴും ഇൽമിലായി ജീവിക്കുക. ആ ഇൽമിന് പകരമായി നീ മറ്റൊന്നിനെയും ആഗ്രഹിക്കാൻ പാടില്ല. ആദ്യം ഇൽമുമായി ബന്ധമുള്ളവർ അവരെ പലരും ഇന്ന് കാണുന്നില്ല. അവർ ഇൽമിന്റെ മേഖല വിട്ട് മറ്റ് പല മേഖലകളിലേക്കും തിരിഞ്ഞവരുണ്ട്. അത്തരത്തിലുള്ള ഒരു അവസ്ഥ നമ്മിലേക്ക് വരരുത്. എല്ലാ ദിവസവും ഇൽമുമായി നമുക്ക് ബന്ധമുണ്ടാകണം. ഇൽമു പഠിക്കുന്നതിന് ഒരു അവധിയില്ല. എല്ലാ ദിവസവും ഇൽമു പഠിക്കുക, ആ ഇൽമു അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക. അതാണ് പണ്ഡിതന്മാരോട് അവരോട് ചോദിക്കപ്പെടുമ്പോൾ അവർ പറയുന്നുണ്ട്, നിങ്ങൾ എത്ര കാലം ഇൽമു പഠിക്കും? അവർ പറയുകയാണ്, ഇലൽ മമാത്, മരിക്കുന്നത് വരെ ഞാൻ ഇൽമു പഠിക്കുമെന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്, അദ്ദേഹം ഒരിക്കൽ മഷിക്കുപ്പിയുമായി, അഥവാ ഇൽമു രേഖപ്പെടുത്തുന്ന മഷിക്കുപ്പി അത് കയ്യിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ്. അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിച്ചു, നിങ്ങൾ ഇത്രയൊക്കെ പഠിച്ച് വലിയ ആലിമായില്ലേ, അൻത ഇമാമുൽ മുസ്ലിമീൻ, താങ്കൾ മുസ്ലിമീങ്ങളുടെ ഇമാമാണ്, എന്നിട്ടും ഈ മഷിക്കുപ്പിയുമായി അതിങ്ങനെ പിടിച്ച് നടക്കുകയാണോ? അദ്ദേഹം പറഞ്ഞു, മഅൽ മിഹ്ബറതി ഇലൽ മഖ്ബറ, ഈ മഷിപ്പാത്രവുമായി ഞാൻ എന്റെ ഖബർ വരെ പോകുമെന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇൽമു പഠിക്കുക, ഇൽമിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുക. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സദസ്സുകളിലേക്ക് നാം ആളുകളെ അതിലേക്ക് കൊണ്ടുവരികയും അതുവഴി ധാരാളം പ്രതിഫലങ്ങൾ നമുക്കും കരസ്ഥമാക്കാൻ കഴിയുമെന്ന് നാം ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.